ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഇന്ന് പപ്പായ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഈ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി കൊണ്ടുവരട്ടെ. പപ്പായ ഞാൻ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കണ്ടോ, വളരെ തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മളിതിൽ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. അപ്പോൾ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത്, ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ്, കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് കൈ വെച്ച് നന്നായി തിരുമ്പി വെക്കുക. തിരുമ്പി വെക്കുമ്പോൾ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഈ സവാളയിലത്തെയും പപ്പായയിലത്തെയും ഒക്കെ വെള്ളം കുറച്ചൊന്ന് ഇറങ്ങും. അതൊന്ന് സോഫ്റ്റ് ആവും. ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാനിത് വേഗം തന്നെ ഉണ്ടാക്കാണ്. കുഴപ്പമൊന്നുമില്ല, അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലും അതായിക്കോളും. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു അരപ്പ് ഉണ്ടാക്കണം. അതുവരെ ഇത് അടച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 3-4 മണി കുരുമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് ഉലുവ, അതോടൊപ്പം തന്നെ ചെറിയ സവാള, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, അവരവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. നമ്മൾ കുരുമുളക് ഇടുന്നതാണ്, അതുകൊണ്ട് അവരവരുടെ ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇതല്ലാതെ വേറെ എരിവൊന്നും ഇതിൽ ചേരില്ല. കുറച്ച് വേപ്പില, അതോടൊപ്പം തന്നെ ഒരു അരമുറി തേങ്ങ. ഇത്ര ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത്. ഞാൻ ചതച്ചു കൊണ്ടുവരട്ടെ. നമ്മളിത് എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്, ചമ്മന്തി പരുവം. ഇനി നമുക്കിതെല്ലാം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പപ്പായ കൂട്ടിലേക്ക് ഇടാം. നമ്മളപ്പം ഇതിലേക്ക് അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഒരല്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ തിരുമ്മിയെടുക്കുക. ഇത് കൈ നീറുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ കേരള സ്റ്റൈലല്ല, ഇത് ശ്രീലങ്കൻ സ്റ്റൈലാണ്. ശ്രീലങ്കക്കാർ വെക്കുന്ന രീതിയാണത്. ഇത് പപ്പായ മാത്രമല്ല, ഞാൻ ചൗ എന്നുള്ള വെജിറ്റബിളും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് വളരെ കുറഞ്ഞ തീയിൽ പതുക്കെ വെന്ത് കിട്ടാനുള്ളതാണ്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാനെൻ്റെ ചെറിയ ബർണറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഒപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തീരെ വെള്ളമില്ല എന്നുണ്ട് എങ്കിൽ കുറച്ചൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിലേക്ക് ആവി വെള്ളം കൂടി വീണ് അത് വെന്തോളും. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഞാൻ ചെയ്യുമ്പോൾ.
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള കറികൾ വെക്കുമ്പോൾ ഒന്നുകിൽ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ കുറച്ച് ഹെവി ബോട്ടമായിട്ടുള്ള പാത്രത്തിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും, നമ്മുടെ കറികളൊന്നും വെന്ത് കിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കറി വേവുന്നതിനനുസരിച്ച് ആ കറിയുടെ കളറ് ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ക്രീം കളറായിരുന്നു. കറി വെന്ത് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ആ യെല്ലോ കളറ് കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം കറി വേവുന്നത്. പിന്നെ ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ. ഈ ഒരു ഡിഷ് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ എന്ത് പണിക്ക് വേണമെങ്കിലും പോവാം. ഇടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കിയിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അത് ഏറ്റവും സിമ്മിൽ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് വേറെ എന്ത് പണിക്ക് വേണമെങ്കിലും പോവാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കറിയൊക്കെ ശരിയായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്, കാരണം ഇതിൽ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയില്ലേ. നമ്മുടെ ദേഹത്തിന് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൽ ചേർന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിലേ, മറക്കരുതേ.